റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ചിറ്റൂർ താലൂക്ക് സപ്ലൈ ഓഫീസ് ധർണ നടത്തി. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായാണ് ധർണ നടത്തിയത്. സമരസമിതി ചെയർമാൻ എം സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഒരു ഗവൺമെന്റിനും എതിരാണെന്ന് ആരെങ്കിലും വരുത്തി തീർക്കുന്നതും ശരിയല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് 18,000 രൂപ ശമ്പളത്തിൽ 18,000 എന്ന് പറയുമ്പോൾ 45 കിൻഡൽ വിറ്റ ഒരു കടക്കാരന് മാത്രമേ ഈ 18,000 രൂപ കിട്ടുള്ളൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണക്കെടുത്ത് നോക്കിയാൽ 5,000-ൽ താഴെ വരുന്ന കടകൾ ഇന്നും 10,000, 12,000 രൂപയ്ക്കാണ് മാസവരുമാനത്തിലാണ് വ്യാപാരം ചെയ്യുന്നത്. അവിടെ 2 കുടുംബമുണ്ട്. ഭീമമായ സംഖ്യയാണ് അവിടെ കടവാടക കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മാന്യമായ ഒരു വേതനം 30,000 രൂപയെങ്കിലും ഞങ്ങൾക്ക് വേതനം അനുവദിച്ചു തരണമെന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ആദ്യഘട്ടം. രണ്ടാമത് പറയാനുള്ളത്, DBT നടത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നാൽ ഈ നാട്ടിലത്തെ പട്ടിണികൾ ഇന്നത്തെ വെച്ചിട്ട് ഒത്തിരി കൂടിപ്പോകും എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ നിന്നും കാണുന്നത്. കാരണം 40 രൂപ അരിക്ക് വില കണക്കാക്കി ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അത് ബാങ്കിലൂടെ കൈമാറ്റപ്പെട്ടാൽ ആ പൈസ യഥാർത്ഥത്തിൽ വീട്ടിലെത്തുകയോ വീട്ടിൽ ആ പൈസ കൊണ്ട് ഭക്ഷ്യധാന്യം വാങ്ങി എത്തിക്കുകയോ ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം. രക്ഷാധികാരി എം മണികണ്ഠൻ അധ്യക്ഷനായി. സമരസമിതി കൺവീനർ എം മഹേഷ് സ്വാഗതവും ജോയിന്റ് കൺവീനർ എസ് ആദർശ് നന്ദിയും പറഞ്ഞു.